മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഴകളും തോടുകളുമെല്ലാം കരകവിഞ്ഞൊഴുകുന്നു. തോരാതെ പെയ്യുന്ന മഴ. ആ ഗ്രാമത്തിൽ താരതമ്യേന താഴ്ചയിലുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിക്കഴിഞ്ഞു. രക്ഷാപ്രവർത്തകർ പല വിധേനയും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ പരിഭ്രാന്തരായി നാലുപാടും സഹായത്തിനായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം ആ പ്രളയമേഖലയിലേക്ക് പ്രത്യേക സന്നാഹം തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ആ ഗ്രാമത്തിൽ മിക്കവാറും ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോഴാണ് ആ നാട്ടിലെ ആത്മീയ പുരോഹിതൻ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായത്. അറിഞ്ഞ ഉടനെ നാട്ടുകാരിലൊരാൾ ഓടിച്ചെന്ന് പുരോഹിതനോട് നാട്ടിലാകെ പ്രളയം കൂടുകയാണെന്നും ഉടനെ രക്ഷപ്പെടണമെന്നും അറിയിച്ചു. ആ പുരോഹിതൻ പറഞ്ഞു, എന്നെ എൻ്റെ ദൈവം രക്ഷിക്കും. ഞാൻ എവിടേക്കും വരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. ആ നാട്ടുകാരൻ്റെ ദൈവവിശ്വാസത്തിലുള്ള കുറവ് ആ പുരോഹിതനെ വിഷമിപ്പിച്ചു. അദ്ദേഹം തൻ്റെ ആശ്രമത്തിലെ പ്രാർത്ഥനാമുറിയിലിരുന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ നാടും ഈ ആശ്രമവും വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. എന്നെ നീ കാത്തോളണേ എന്ന്. വെള്ളം ഉയർന്നു തുടങ്ങി. ആശ്രമത്തിൻ്റെ പടിവാതിലിൽ വെള്ളം കയറി. പെരുമഴയത്ത് ഒരു വഞ്ചി തുഴഞ്ഞ് നാട്ടുകാരിലൊരാൾ പുരോഹിതനെ രക്ഷിക്കാനായി വന്നു. അങ്ങ് ഉടൻ എൻ്റെ കൂടെ ഈ വഞ്ചിയിൽ കയറി വരണമെന്ന് അപേക്ഷിച്ചു. അപ്പോഴും തൻ്റെ വിശ്വാസം ദൈവത്തിലാണെന്നും ഓർമ്മിപ്പിച്ച് അദ്ദേഹം ആശ്രമത്തിന് അകത്തേക്ക് പോയി. പ്രാർത്ഥനാ മുറിയിലിരുന്നു. വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെള്ളം നാനാദിക്കിൽ നിന്നും കുതിച്ചെത്തി ഇരച്ചു കയറുകയാണ്. ഇദ്ദേഹം തൻ്റെ ആശ്രമത്തിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി പ്രാർത്ഥന തുടർന്നു. രക്ഷാപ്രവർത്തനം ഊർജിതവും സുശക്തവുമായിരുന്നു. സന്നദ്ധ പ്രവർത്തകരും സേനയും അടങ്ങുന്ന സംഘം ഹെലികോപ്റ്ററിൽ വന്ന് പുരോഹിതനോട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നിർബന്ധിച്ചു. എന്തു ചെയ്യാം? ആ പുരോഹിതൻ ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ നേരത്തെ രക്ഷപ്പെടുത്താൻ വന്ന 2 പേരോടും പറഞ്ഞ അതേ വാചകം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. സന്നദ്ധ സേനയുടെ ഹെലികോപ്റ്റർ പിന്നെ ആ വഴി വന്നില്ല. ആശ്രമം മാത്രമല്ല, ആ നാട് മുഴുവൻ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. പരലോകത്ത് ചെന്ന പുരോഹിതൻ ദൈവത്തോട് കലഹിക്കാൻ തുടങ്ങി. ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു, നിന്നോട് പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്കൊരാപൽഘട്ടം വന്നപ്പോൾ നീ എന്നെ സഹായിച്ചില്ലല്ലോ. ദൈവം മറുപടിയായി പറഞ്ഞു, എടോ വിഡ്ഢിയായ മനുഷ്യ, തൻ്റെ ജീവൻ രക്ഷിക്കാനായി ഞാൻ 3 മാർഗത്തിലൂടെ തന്നെ ശ്രമിപ്പിച്ചു. താൻ എന്നെ മടക്കി അയക്കുകയാണുണ്ടായത്. തൻ്റെ വിഡ്ഢിത്തരത്തിന് എന്നെ പഴിക്കുന്നു. പുരോഹിതൻ തനിക്ക് പറ്റിയ അമളിയോർത്ത് അന്തം വിട്ടു നിന്നു. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതം, നമ്മുടെ സ്വന്തം ജീവിതം, നമ്മുടെ ജീവിതത്തിനിടയിലെ സങ്കീർണമായ പല സാഹചര്യത്തിലും സർവശക്തനായ ഈശ്വരൻ പല അവസരങ്ങളിലായി നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങളെ നമ്മുടെ വിവേകബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞ് ഉടനെ അതിൽ പിടിച്ച് രക്ഷപ്പെടണം. കാരണം അവസരങ്ങളിൽ വന്നിട്ടേ കാര്യമുള്ളൂ. അനവസരങ്ങളിലെ അവസരം നമുക്ക് അലോസരങ്ങളാണ് നൽകുക. അവസരങ്ങളെ സ്വീകരിച്ച് സുവർണാവസരമാക്കി മാറ്റുക. ജീവിതം ഒരു തെളിനീരുറവയായി സ്വച്ഛന്തം ഒഴുകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ദിസ് ഈസ് എ ചാനൽ ബിലീവ് ഇറ്റ് ഓർ നോട്ട്. ഇറ്റ്സ് മീ kmsaduli. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.